നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യൂസുഫ് അലി എന്ന നന്മ മരത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെറുതല്ല. കേരളത്തിന് തന്നെ അഭിമാനമായി മാറുകയാണ് അദ്ദേഹം. പണക്കാർ കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വമാണ്. എത്രയെത്ര സാധുക്കളെ അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എത്രയെത്ര സംരംഭങ്ങളെ അദ്ദേഹം സ്വന്തമായി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സാധുവിനെ സഹായിക്കാൻ 12 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്ന ഒരു സന്ദർഭം. 12 ലക്ഷം രൂപ തരാം. ആ പാവപ്പെട്ട മനുഷ്യൻ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും യൂസുഫ് അലിയുടെ കാൽക്കൽ വീഴുന്നു. അങ്ങനെ പാടില്ല, ഞങ്ങൾക്ക് ആരും മുന്നിൽ ദൈവത്തിന്റെ മുന്നിൽ വീഴുന്നു. ഉടനെ യൂസുഫ് അലി അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഈമാനും തൗഹീദും വ്യക്തമാകുന്ന ഒരു കാഴ്ചയായിരുന്നു. അദ്ദേഹത്തിന്റെ തല പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഒരാളുടെയും കാലിൽ വീഴരുത്. ദൈവത്തിന്റെ മുന്നിൽ മാത്രമാണ്, റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് ശിരസ് കുനിക്കേണ്ടത്. എന്തൊരു ഈമാനും എന്തൊരു വിനയവും ദൃഢതയുമാണ്. ഇന്നത്തെ അധികാരി വർഗങ്ങളുടെയും സമ്പന്നരുടെയും മുമ്പിൽ നമ്മുടെ അഭിമാനം വരെ പണയം വെച്ചാൽ പോലും നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. എന്നാൽ യൂസുഫ് അലി ആ സാധുവിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ ചേർത്തു പിടിക്കുകയാണ്. അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നു, എന്റെ മുമ്പിൽ നിങ്ങൾ ശിരസ് താഴ്ത്തേണ്ട ആവശ്യമില്ല, റബ്ബിന്റെ മുന്നിലാണ് ശിരസ് താഴ്ത്തേണ്ടത്. യൂസുഫ് അലിയുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാവുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വർധനവ് പ്രദാനം ചെയ്യുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ أرحم الراحمين. صلى الله على محمد صلى الله